ശ്രീമതി ഉഷ വിജയൻ. സാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. സാർ, മാനന്തവാടി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 13 മരണം വന്യമൃഗ ആക്രമണത്താൽ സംഭവിച്ചിട്ടുണ്ട്. 55 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സാർ, ജനസാന്ദ്രത കൂടിയ വനാതിർത്തികളിൽ വന്യജീവികളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി ഫെൻസിങ്ങോ കിടങ്ങുകളോ സ്ഥാപിക്കാൻ പദ്ധതി ആവിഷ്കരിക്കാമോ? മന്ത്രി. സർ, അതാണ് നേരത്തെ പറഞ്ഞത്. ഇത് പല മോഡലുകൾ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. പലതും സോളാർ വേലികൾ, ഹാങ്ങിങ് ഫെൻസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും പല ഘട്ടങ്ങളിലും പര്യാപ്തമായി കാണുന്നില്ല. അതുകൊണ്ട് സമഗ്രമായ ഒരു കോംപ്രിഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ്. അതുവഴി ഇത് തടയാൻ ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് തടയാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സ്ഥിരം അക്രമകാരികളും ജനവാസ കേന്ദ്രങ്ങൾക്ക് ഭീഷണിയാവുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് നിലവിലുള്ള നിയമവ്യവസ്ഥ അനുവദിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ കാലോചിതമായ പ്രസ്തുത നിയമം കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് പരിഷ്കരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നിലവിൽ അങ്ങനൊരു നിയമം ഇല്ല സർ. കൊല്ലാൻ നമുക്ക് അധികാരമില്ല. കൊല്ലാൻ ഓരോ കാറ്റഗറി വെച്ച് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 എന്നുള്ള നിലയിലേക്ക് തയ്യാറാക്കിയിട്ട് അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ആണ് അധികാരം. ഷെഡ്യൂൾ 2-ലുള്ളത് നമ്മളിപ്പോൾ പന്നി പോലുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ ഓണററി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രോസസ്സിൽ കൂടെ അവർക്ക് കൊല്ലാൻ അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം സർ, അപകടകാരികളായിട്ടുള്ള ആനിമൽസിനെ കേന്ദ്രമന്ത്രി പാർലമെൻറ്റിലടക്കം പറയുന്നത് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ള പ്രൊസീജിയർ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് ആദ്യം തുരുത്തി ഓടിക്കാൻ ശ്രമിക്കണം, പിന്നെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കണം. ഇത് നടന്നില്ലെങ്കിൽ മയക്കുവെടി വെച്ച് ക്യാപ്ചർ ചെയ്യണം. ഇതും നടന്നില്ലെങ്കിലാണ് കൊല്ലേണ്ടത്. മാത്രമല്ല, ഇതിനു മുമ്പൊരു സമിതി കൂടി വേണം ഇത് തീരുമാനിക്കാൻ. സർ, കടുവയുടെ കാര്യം, ഒരു കടുവ ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ അത് പിന്നിൽ നിന്ന് വന്ന് കൊന്നതാണെന്നും മാംസം ഭക്ഷിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തിയതിന് ശേഷമേ അതിനെ മാനേറ്ററായിട്ട് പ്രഖ്യാപിക്കാനൊക്കത്തുള്ളൂ. ഇതൊക്കെയാണ് സർ നിയമ തടസ്സങ്ങളായി നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിൽ പോയി ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവർ പാർലമെൻറ്റിൽ പറയുന്നുണ്ട്. കൊല്ലാൻ അധികാരമുണ്ട്, പക്ഷേ കൊല്ലണമെങ്കിൽ പ്രായോഗികമായി ഇവിടെ നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും സർ.